ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് കർത്താവിന്റെ കൂടെ ഒരുമിച്ചിരിക്കുവാൻ, ഈ ശുശ്രൂഷ വീണ്ടും കർത്താവിന്റെ ആത്മാവിൽ നമുക്ക് പ്രാപിക്കുവാൻ, അനുഭവിക്കുവാനൊക്കെ നല്ല ഈശോ നല്ല ഒരു അവസരം നൽകിയത് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു പ്രവാചകന്റെ ഏറ്റവും വലിയ പ്രത്യേകത, പല പ്രത്യേകതകളിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത, അവൻ അവന്റെ കുറവുകളെ അംഗീകരിക്കും. അവൻ അവന്റെ കുറവുകളെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കും, അത് സമ്മതിക്കും. ഞാൻ കുറവുള്ളവനാണെന്നും തന്റെ കുറവിനെ കണ്ടെത്താൻ ഒരു ശ്രമവും ആ പ്രവാചകന്റെ ഭാഗത്ത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മോശയെ ദൈവം വിളിച്ചു. വലിയൊരു ദൗത്യത്തിന് വേണ്ടി ഇസ്രായേൽ ജനത്തിന്റെ കരച്ചിൽ ദൈവം കേട്ട് ആ ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കുവാൻ, അവരെ വിടുവിച്ചു കൊണ്ടുവരുവാൻ ദൈവം മോശയെ തെരഞ്ഞെടുത്തപ്പോൾ, ആ തെരഞ്ഞെടുപ്പിന്റെ നാളിൽ ദൈവത്തോട് മോശ പറയാണ്, കർത്താവെ, ദാസനായ ഞാൻ ഒരു കഴിവുമില്ലാത്തവനാണ്, ഞാൻ തടിച്ച നാവുള്ളവനാണ്, എനിക്ക് കഴിവില്ല, എന്റെ ബലഹീനത നിനക്കറിയാമല്ലോ എന്ന് സ്വയം സമ്മതിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതൊരു പ്രവാചക ശുശ്രൂഷയിൽ, ഒരു ശ്രേഷ്ഠമായ ശുശ്രൂഷ വിളിക്കകത്ത് എപ്പോഴും നാം കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, എന്റെ കുറവിനെ ഞാൻ കണ്ടെത്തുക, അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുക, അത് സമ്മതിക്കുക, താഴ്ന്നു നിൽക്കാൻ അത് കാരണമാക്കി തീരുവാൻ, അതൊരു കാരണമായി തീരുവാൻ, അങ്ങനെ സ്വയം കുറവുകളെ കണ്ടെത്തി ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക, അതാണ് വാസ്തവത്തിൽ ഒരു ശക്തനായ ദൈവ ശുശ്രൂഷന്റെ അടിസ്ഥാന കാര്യങ്ങൾ. ദൈവം വിളിച്ചു, ദൈവം തെരഞ്ഞെടുത്തു, ദൈവം അഭിഷേകം ചെയ്തു. അപ്പോൾ മോശ പറയാണ്, ഞാൻ കുറവുള്ളവനാണ്, എന്റെ ബലഹീനത നിനക്കറിയാമല്ലോ, ഞാൻ അങ്ങയുടെ മുൻപിൽ ഒരു ദാസനാണ്, എനിക്ക് പറയാൻ മേന്മയുള്ളത് ഒന്നുമില്ല, പറയാൻ ശ്രേഷ്ഠതയുള്ള ഒന്നുമില്ല. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു ദാസനെയാണ് കർത്താവ് തന്റെ ശ്രേഷ്ഠ പദവിയിലേക്ക് ഉയർത്തുന്നത്. അന്നും അതെ, ഇന്നും അതെ, എന്നും അതെ. ആര് ദൈവസന്നിധിയിൽ താഴുന്നുവോ അവൻ നാളെ ദൈവസന്നിധിയിൽ ഉയർന്നു നിൽക്കുന്നവനാണ്. താഴുവാൻ നല്ല മനസ്സ് കാണിച്ചാൽ ഉയർത്തുന്ന ഒരു മനസ്സുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴും ഒരു ദൈവ മനുഷ്യൻ, ഒരു ദൈവത്തിന്റെ പ്രവാചകൻ, ഒരു ദൈവ ശുശ്രൂഷകൻ, അവൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ദൈവത്തിൽ നിന്ന് പഠിക്കുക, ദൈവത്തിൽ നിന്ന് അറിയുക, ദൈവത്തിൽ മനസ്സിലാക്കുക എന്നുള്ള ഒരു കാര്യമാണ്. മോശയെ ദൈവം തെരഞ്ഞെടുത്തപ്പോൾ മോശ പറയാണ്, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത, നമ്മളെ എന്തിനു വേണ്ടി ദൈവം വിളിച്ചോ, ഏത് ശുശ്രൂഷയുടെ നിരയിൽ ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ആക്കി വെച്ചോ, അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ പരിചയപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യും. പഠിക്കാത്ത ഒന്നും നമ്മളിൽ നിന്ന് വിതയ്ക്കാനായി, നമ്മളിൽ നിന്ന് പകരുവാനായി, നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ശുശ്രൂഷയായി ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ നിന്ന് പുറത്തെടുക്കുകയില്ല. എല്ലാം പഠിപ്പിക്കും. എല്ലാം പഠിപ്പിച്ച് പരിശീലിപ്പിച്ചിട്ടാണ് ദൈവം നമ്മളെ ശുശ്രൂഷ നിലയിലേക്ക്, ശുശ്രൂഷ ഏരിയകളിലേക്ക്, ശുശ്രൂഷയുടെ രാജ്യങ്ങളിലേക്ക് ദൈവം അയക്കുകയുള്ളൂ. എല്ലാം മുന്നമേ, എല്ലാം നേരത്തെ ദൈവം പഠിപ്പിച്ചു തരും. ദൈവം ചെയ്യാനുള്ള ശുശ്രൂഷയുടെ പാക്കേജ് നമ്മൾ വിളിക്കകത്ത് ആഡ് ചെയ്യുകയാണ്. തുടർന്ന് നമ്മളെ അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്, നമ്മളത് മനസ്സിലാക്കി തരികയാണ്. അതിന്റെ ആഴവും അതിന്റെ ഉയരവും അതിന്റെ വീതിയും അതിന്റെ നീളവും എല്ലാം ദൈവം പഠിപ്പിക്കുകയാണ്. അങ്ങനെ ദൈവത്തിൽ നിന്ന് പഠിക്കുന്നവനാണ് ദൈവ മനുഷ്യൻ. അതാണ് ലൂക്കാസ് സുവിശേഷം 6:45 പറഞ്ഞത്, അവരെല്ലാവരും ദൈവത്തിൽ നിന്ന് പഠിക്കുന്നവരാകും, അവരെല്ലാം ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. എന്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്ന് പഠിക്കുന്നവനാണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ മനസ്സിന് ഇണങ്ങിയവൻ. അപ്പൊ ദൈവത്തിൽ നിന്ന് പഠിക്കാത്ത ആർക്കും ദൈവത്തിന്റെ ഹിതം അറിയുവാൻ, അതാത് സമയങ്ങളിൽ ദൈവ ഇഷ്ടം അറിയുവാൻ സാധിക്കുകയില്ല. ദൈവ ഇഷ്ടം അറിയണമെങ്കിൽ ദൈവത്തിൽ നിന്ന് പഠിക്കുന്നവനാകണം. അതാണ് ലൂക്ക 6-ലല്ല, യോഹന്നാൻ 6:45
ഈശോ പറയുന്നത് അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. ദൈവം പഠിപ്പിക്കും അവര്. അപ്പൊ ദൈവം തെരഞ്ഞെടുത്ത ഓരോ വ്യക്തികളെയും ദൈവം പഠിപ്പിക്കും. ഈ മോശയെ ദൈവം തെരഞ്ഞെടുത്തപ്പോൾ ദൈവം വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. മോശെ ഫറവോന്റെ അടുക്കിലേക്ക് വിടുകയാണ്. ഫറവോ ഒരു രാജാവാണ്, നിസാരനല്ല. ദൈവം അതിനു മുമ്പ് അയക്കുന്നതിന് മുമ്പായി, ഫറവോന്റെ അടുക്കിലേക്ക് അയക്കുന്നതിന് മുമ്പായി ദൈവം ഈ മോശയെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ശുശ്രൂഷയുടെ ചില മേഖലകളെ പരിചയപ്പെടുത്തുകയാണ്. ദൈവം പേടിയുള്ള, ഭയമുള്ള, ബലഹീനതയുള്ള മോശയോട് ദൈവം പറയാണ്, നീ നിന്റെ കയ്യിലിരിക്കുന്ന എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞ്, ഇത് വടിയാണ്. ആടുകളെ മേയ്ക്കുന്ന ഇടയന്റെ വടി മോശയുടെ കയ്യിലുണ്ടായിരുന്നു. ദൈവം മോശയോട് പറയാണ്, നീ ആ വടി നിലത്തിടുക. മോശ ആ വടി നിലത്തിട്ടു. ദൈവം മോശയോട് പറഞ്ഞപ്പോൾ മോശ ആ വടി നിലത്തിട്ടു. എന്റെ പ്രിയമുള്ളവരെ, ദൈവം മോശയോട് പറയാണ് ആ വടി നിലത്തിടുക എന്ന് പറഞ്ഞപ്പോൾ മോശയ്ക്ക് ന്യായമായിട്ടും ആ സന്ദർഭത്തിൽ ഒരു ചോദ്യം വേണേ ഉന്നയിക്കാം. എന്തിനാണ് കർത്താവ്, എന്തിനാണ് ദൈവമേ? ദൈവത്തിൽ നിന്ന് പഠിക്കുന്നവന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ദൈവം എന്ത് പറയുന്നു അതവൻ അങ്ങനെ അനുസരിക്കും. അതവന്റെ ഒരു ക്വാളിറ്റിയാണ്, ഒരു ശ്രേഷ്ഠമായ ക്വാളിറ്റിയാണ്. ദൈവത്തിൽ നിന്ന് എന്ത് കേൾക്കുന്നോ, എന്ത് അറിയിക്കുന്നോ, എന്ത് ഏൽപ്പിക്കുന്നോ അതങ്ങനെ സംശയം ഇല്ലാതെ, ഒരു പിറുവിറുപ്പില്ലാതെ, മറുതലിപ്പില്ലാതെ അങ്ങനെ അതനുസരിക്കും. ആ അനുസരണമാണ് അവന്റെ അഭിഷേക വർധനവിന്റെ ഒരു കാരണം. എന്റെ പ്രിയമുള്ളവരെ, ഇതാ മോശ അനുസരിക്കുന്നു. അടുത്ത നിമിഷം മോശ വടി നിലത്തേക്ക് ഇടുന്നു. നിലത്തേക്ക് ഇട്ട ഉടനെ തന്നെ മോശയുടെ വടി ഒരു പാമ്പാവും. ഈ പാമ്പിനെ കണ്ട് മോശ പേടിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ മോശ പൊതുവെ ഒരു ഭയമുള്ളവനാണ്. മോശ മുമ്പ് ഒരു മിതിയാൻകാരനെ അടിച്ചു, ഒരു മിസ്രൈമിനെ ഒരുവനെ അടിച്ചു, അവനെ കൊന്നു. പേടിച്ച് ആരോ കണ്ടു, അത് പുറത്തു വന്നപ്പോഴേക്ക് പേടിച്ച് ഓടി. അങ്ങനെ ഭയമുള്ള മോശയെ ഭയരഹിതനാക്കുക, ഇത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി. കാര്യം നാളെ ദൈവത്തിന്റെ ഉന്നതമായ കാര്യങ്ങൾക്ക് ശുശ്രൂഷയുടെ മുഖത്ത് ധൈര്യം ആവശ്യമാണ്. എല്ലാ ദൈവ ശുശ്രൂഷകനും എപ്പോഴും ധൈര്യം ആവശ്യമാണ്. ധീരത്വത്തിന്റെ ആത്മാവിനെ അല്ലല്ലോ, ധൈര്യത്തിന്റെ ആത്മാവിനെയല്ലേ ദൈവം നമുക്ക് നൽകുന്നത്, കൈമാറിയിരിക്കുന്നത്, നമ്മളിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ശുശ്രൂഷ മുഖത്ത് ധൈര്യമുള്ളവനായിരിക്കണമെന്ന് ദൈവം എപ്പോഴും തന്റെ പ്രിയപ്പെട്ട ദാസന്മാരെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഭയം മാറ്റുക, ഉള്ളിലെ അവന്റെ ഭയത്തെ എടുത്തു നീക്കുക. അതിനൊരു സന്ദർഭം, ഒരു സാഹചര്യം, ഒരു അനുഭവം, ഒരു പശ്ചാത്തലം ദൈവം ക്രിയേറ്റ് ചെയ്യുകയാണ്. ദൈവം അവിടെ സംവിധാനം ചെയ്യുകയാണ്, ഒരുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇതാ ഈ പാമ്പ് കിടന്നിങ്ങനെ പിടയുമ്പോൾ ഇപ്പൊ മോശ അങ്ങ് വിഴുങ്ങുമെന്നൊക്കെ ഒരു ഒരു പാമ്പ് കിടന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇപ്പം വിഴുങ്ങും, കടിക്കും എന്നൊക്കെ ഒരു സന്ദർഭമൊക്കെ ഉണ്ടാകുന്നു. ഇതാ മോശയോട് ദൈവം പറയുന്നു, നീ ധൈര്യപൂർവ്വം ആ പാമ്പിന്റെ വാലിൽ പിടിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇതാ ഭയപ്പെട്ട് നിൽക്കുന്ന മോശയോട് ദൈവം പറയാണ്, ധൈര്യമായിട്ട് പിടിക്കുക. ഇതാ മോശ ഒരു വിശ്വാസത്താൽ ആ പാമ്പിന്റെ വാലിൽ കയറി പിടിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ വിളിച്ചു, ശുശ്രൂഷ പദവിക്കായി നമ്മൾ അഭിഷേകം ചെയ്യപ്പെട്ടു, നമ്മുടെ ധൈര്യമൊക്കെ ദൈവം മാറ്റി. അപ്പോൾ തന്നെ അധൈര്യം മാറ്റുന്നത് പോലെ തന്നെ, ധൈര്യം നിറയ്ക്കുന്നത് പോലെ തന്നെ മറ്റൊരു വസ്തുത നമ്മളിൽ നിക്ഷേപിക്കുകയാണ്, വിശ്വാസം. കണ്ട, ധൈര്യപൂർവം വിശ്വാസത്താൽ മോശ ആ പാമ്പിനെ കയറി പിടിക്കുകയാണ്. ദൈവം പറഞ്ഞ കാര്യം എന്തോ സംഭവിക്കും, അതാണ് വിശ്വസിച്ചു മോശ കയറി പിടിക്കുക. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ നമുക്ക് ധൈര്യം ആവശ്യമായതുപോലെ തന്നെ വിശ്വാസം ആവശ്യമാണ്. ചില സന്ദർഭങ്ങളിൽ അതിശയകരമായി ഒരിക്കലും സാധിക്കാത്ത, നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ദൈവം അത് ചെയ്യുമെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനുള്ള വിശ്വാസം ഒരു ദൈവ ശുശ്രൂഷകനിൽ കാത്തു സൂക്ഷിക്കണം. വിശ്വാസധീരന് മാത്രമേ യുദ്ധനിരയിൽ മുന്നേറുവാൻ കഴിയുകയുള്ളൂ. ഈ ലോകത്തിന്റെ ദേവനായ പിശാച് അവിശ്വാസിയുടെ ലീഡറാണ്. അവൻ നമ്മളെ
വിശ്വാസത്തിലാണ് നമ്മളെ ശോധന ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസത്തെയാണ് അവൻ ഉരസി നോക്കുന്നത്, ശോധന ചെയ്ത് നോക്കുന്നത്. നമ്മുടെ വിശ്വാസം ചെറുതാണോ? നമ്മുടെ വിശ്വാസം ആടിയുലയുന്നതാണോ? നമ്മുടെ വിശ്വാസം ഒരു ബലഹീനതയുടെ സന്ദർഭത്തിൽ, ഒരു പ്രലോഭന ഘട്ടത്തിൽ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നില്ലേ എന്ന പ്രലോഭനത്തിന്റെ സന്ദർഭങ്ങളിലെല്ലാം ഈ സാത്താന്യ ലോകം നമ്മുടെ വിശ്വാസമാണ് ഉരച്ചു നോക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, പ്രവചനങ്ങളും പ്രവാചക അഭിഷേകവും പ്രവാചക ശുശ്രൂഷകളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ആ വിളിക്കകത്ത് നമ്മളിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഒരു സ്വർഗീയ മുത്താണ്, ഒരു സ്വർഗീയ എന്താ പറയാ, സ്വർഗീയ സമ്പത്താണ് വിശ്വാസം. ആ വിശ്വാസമാകുന്ന പാറമേലായിരിക്കണം നമ്മുടെ ശുശ്രൂഷയുടെ എല്ലാ ഏരിയകളും വെളിപ്പെടാൻ പാടുള്ളൂ. കണ്ടോ, വിശ്വാസം നമ്മുടെ ശുശ്രൂഷയെ ബലവത്താക്കും, നമ്മുടെ ശുശ്രൂഷ നിർവഹണത്തെ വേഗത കൂട്ടും, നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ നമുക്ക് ജയാളിയായി മുന്നോട്ട് പോകുവാൻ വിശ്വാസം സാധിപ്പിക്കും. അപ്പൊ നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ നമ്മുടെ വിളിക്കകത്ത് കൃപാവരങ്ങൾ വേണം, ദൈവശക്തി വേണം, ദൈവസാന്നിധ്യം വേണം, ദൈവിക അറിവുകൾ വേണം, വെളിപാടുകൾ വേണം, പ്രവചനങ്ങൾ വേണം. അപ്പോൾ തന്നെ വിശ്വാസ വീരനായിരിക്കണം നമ്മൾ ഓരോരുത്തരും. എന്തെല്ലാം സാഹചര്യം ചുറ്റുമുണ്ടെങ്കിലും, ഏതെല്ലാം വാളുകൾ നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിലും, ഏതെല്ലാം വെല്ലുവിളികൾ ഉണ്ടെങ്കിലും നമ്മുടെ വിശ്വാസം നമ്മൾ അനുദിനം പ്രഖ്യാപിച്ചു കൊണ്ടേയിരിക്കണം. എന്റെ പ്രിയമുള്ളവരെ, ഇതാ മോശയുടെ ആ ഒരു സന്ദർഭത്തെ മോശ അഭിമുഖീകരിക്കുകയാണ്. എങ്ങനെയാണ് അഭിമുഖീകരിച്ച്? ഭയം മാറി ധൈര്യം അവലംബിച്ചു, ഭയം മാറി ധൈര്യം സംഭരിച്ചു. ഇത് അവിശ്വാസം മാറി വിശ്വാസം സംഭരിച്ചു. ഇങ്ങനെ ദൈവം മോശയെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ പഠിക്കുന്ന കൂട്ടത്തിൽ പുണ്യങ്ങൾ പഠിക്കുന്നുണ്ട്. എന്താണ് പുണ്യം? അനുസരണം ഒരു പുണ്യമാണ്. ദൈവപ്രവൃത്തിയുടെ അടിസ്ഥാന ഏരിയകൾ പഠിക്കുന്നുണ്ട്. ഒരു ദൈവപ്രവൃത്തിക്ക് വിശ്വാസം അടിസ്ഥാനമായി വേണം. അപ്പൊ അങ്ങനെ ദൈവം പഠിപ്പിക്കുമ്പോൾ പല മൂല്യങ്ങളും ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ പ്രകടമായി 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 വളർന്നുകൊണ്ടിരിക്കും, അത് നിറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങനെ ആക്കി തീർക്കും, ദൈവം അങ്ങനെ ഒരുക്കും. അതാണ് ലൂക്ക 15 നമ്മൾ കാണുന്നത്, യോഹന്നാൻ 15 കാണുന്നത് വെട്ടി ഒരുക്കുന്ന ശ്രേഷ്ഠത കൊണ്ട് ദൈവം നമ്മളെ വെട്ടി ഒരുക്കുന്ന, കണ്ടോ? അതുപോലെ നമ്മളിൽ ദൈവം എന്തെങ്കിലുമൊക്കെ പണിയുമ്പോൾ എല്ലാ ഏരിയകളിലും നമ്മളിൽ വലിയൊരു പണി നടക്കും. അതാണ് ദൈവത്തിന്റെ ഒരു പ്രത്യേകത. ദൈവം നമ്മൾ പഠിപ്പിക്കുമ്പോൾ, പരിശീലിപ്പിക്കുമ്പോൾ നമ്മളിൽ ഒരുപാട് ഗുണങ്ങൾ, പുണ്യങ്ങൾ, ശ്രേഷ്ഠതകൾ, ദൈവഹിതത്തിന് കീഴ്പ്പെടുന്ന, ദൈവത്തിന്റെ കൃപാപാത്രമാകാനുള്ള ഒരു ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ശ്രേഷ്ഠ പാത്രങ്ങളാക്കുമ്പോൾ നമ്മളിൽ ദൈവിക പുണ്യങ്ങളും ആ കൂടെ തന്നെ വളർന്നു വരും. പ്രിയമുള്ളവരെ, ഇതാ ഒരു ഘട്ടം കഴിഞ്ഞു. പിന്നീട് മോശ ഭയപ്പെട്ട ഒന്നാണ്, പല രോഗപീഠകളെ, പല ദുരിതങ്ങളെ മോശയ്ക്ക് ഭയങ്കര ഭയമാണ്. നാളെ ഇനി ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്, ഈ സാഹചര്യം ഉണ്ടായാൽ എന്താണ് സ്ഥിതി എന്നൊക്കെ പലവിധ ഭയം മുൻകാലങ്ങളിൽ മോശയെ ഭരിച്ചിരുന്നു. ദൈവം തുടർന്ന് പറയുകയാണ്, മോശെ, നിന്റെ കൈയിലെ ആ കൈയെടുത്ത് നീ നിന്റെ കക്ഷത്തിലേക്ക്, മാറിടത്തിലേക്ക് വെക്കുക. ഇതാ മോശ ഉടനെ ആ കൈയെടുത്ത് മാറിടത്തിലേക്ക് വെക്കുകയാണ്. അടുത്ത നിമിഷം മോശയോട് പറഞ്ഞ കൈയെടുത്ത് നോക്കാം. മോശ കൈയെടുത്ത് നോക്കി, മോശ തന്നെ ഞെട്ടിപ്പോയി. അവന്റെ ശരീരമാകെ ജീർണിച്ചിരിക്കുന്നു. ഒരു മഞ്ഞ് പോലെ, ഇതാ ഒരു മൂടൽ മഞ്ഞ് പോലെ അവന്റെ കൈ കുഷ്ഠം ബാധിച്ചിരിക്കുകയാണ്. മോശ ആകെ ഭയപ്പെട്ടു. മോശയ്ക്ക് ഈ ശരീരത്തിന്റെ അവസ്ഥ കണ്ട് ഇതിനൊരിക്കലും അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനൊരു അവസ്ഥ മോശ സ്വീകരിക്കുന്നില്ല. ഇതുപോലൊരു സന്ദർഭത്തെ മോശയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കണ്ടോ, നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ എപ്പോഴും ഭയങ്കര എന്താ പറയാ, നല്ല ഒരു എന്താ പറയാ, ചെളിയൊന്നും പുരളാത്ത, അല്ലെങ്കിൽ എന്താ പറയാ, എപ്പോഴും നല്ല അടിച്ചു പൊളിച്ച് ഉള്ള ഒരു വിശുദ്ധ ജീവിതമല്ല
ശുശ്രൂഷ ജീവിതം പലപ്പോഴും നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യത്തിലൂടെയൊക്കെ, ഇഷ്ടമില്ലാത്ത അനുഭവത്തിലൂടെയൊക്കെ, നമ്മൾ വെറുക്കുന്ന അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായി വരും. അതൊരു ശുശ്രൂഷ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മൂല്യമുള്ളതായി കാത്തു സൂക്ഷിക്കണം. ഏത് എന്താ പറയാ മണമില്ലാത്ത അവസ്ഥകളിലൂടെ, ദുർഗന്ധം വമിക്കുന്ന അവസ്ഥകളിലൂടെ, പരിഹാസത്തിന്റെ നടുവിലൂടെ, ഒറ്റപ്പെടുന്ന അനുഭവങ്ങളിലൂടെ, നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത അനേക സാഹചര്യങ്ങളിലൂടെ കടന്ന് വരണമെന്നും നടന്ന് വളരണമെന്നും ഇതെല്ലാം അനുഭവിച്ച് വളരണമെന്നൊക്കെ നമ്മുടെ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കർത്താവായ ഈശോ മാളികമുറിയിൽ കിടന്നില്ല. നമ്മുടെ കർത്താവായ ഈശോ ഒലുമലയിലും ഇതാ അത്തിമരത്തിന്റെ ചുവട്ടിലും ഓക്കുമരങ്ങളുടെ ഇടയിലും ഇതാ അങ്ങ് രാത്രിയിലെല്ലാം കൊട്ടാരത്തിലോ ഭവനത്തിലോ വസിക്കാതെ കണ്ട കാട്ടിലും മേട്ടിലുമായി യേശു തന്റെ ജീവിതത്തിന്റെ ദിനങ്ങൾ ഓരോ ദിനങ്ങളിലും കടന്നുപോയി. ഒരു ദൈവ ശുശ്രൂഷ എപ്പോഴും പൗഡറിട്ട് സ്പ്രേ അടിച്ച് സിക്കകത്തിരിക്കുന്ന ശുശ്രൂഷയല്ല. ചില സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെ ഇരുത്തിയെന്ന് വരാം. എന്നാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത, നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, നമുക്ക് താല്പര്യമില്ലാത്ത ചില ശുശ്രൂഷകളിലൂടെ ദൈവം നമ്മളെ നയിക്കും. ദൈവം അതിലൂടെ നമ്മളെ കൊണ്ടുപോകും. ദൈവം ആ അവസരങ്ങൾ നമുക്ക് നൽകും. ഈ അവസരങ്ങളെല്ലാം എല്ലാ നന്മകളും അനുഭവിക്കുന്ന അവസരം പോലെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. മനോഭാവത്തിൽ മാറ്റം വരാതെ, കുലുക്കങ്ങളോ പിറുപിറുപ്പോ പരാതികളോ ഇല്ലാതെ, എല്ലാ നന്മകളും ഉള്ളപ്പോൾ ഒന്നുമില്ലാത്തപ്പോഴും അതേ നന്മയുള്ളതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ ഒരു ദൈവ ശുശ്രൂഷനെ സംബന്ധിച്ച് കാത്തു സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധ ജീവിതം, ശുശ്രൂഷ ജീവിതം വീണു പോകുവാൻ സാധ്യതയുണ്ട്. ഏത് അവസരത്തിലും ഏത് അവസ്ഥയിലും ഒരു ദൈവ മനുഷ്യൻ അതിജീവിക്കണം. ഏത് സാഹചര്യത്തിലൂടെയും, ഏത് ശുശ്രൂഷയുടെ ചെറുതാകട്ടെ വലുതാകട്ടെ, നന്മകളുള്ള, മനുഷ്യമാനമുള്ള, മനുഷ്യരാൽ അംഗീകരിക്കപ്പെടുന്ന, ഒക്കെ ബഹുമാനം കിട്ടുന്ന ഒക്കെ അവസരങ്ങൾ ഉണ്ടാകാം. എന്നാൽ ആ അവസരം മാത്രമല്ല ഒരു ദൈവ ശുശ്രൂഷ എന്ന് മോശയെ ദൈവം അവസരോചിതമായി പരിചയപ്പെടുത്തുകയാണ്. ഇതാ മോശയുടെ കൈ മോശയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്റെ ദൈവമേ, എന്റെ കൈ ഇങ്ങനെയായല്ലോ, നിന്റെ കൂടെ വന്നപ്പോൾ ഇങ്ങനെയായല്ലോ, നീ എന്നെ വിളിച്ചത് കൊണ്ടല്ലേ, നീ എന്നോട് പറഞ്ഞത് കൊണ്ടല്ലേ, നീ അത് ചെയ്തത് കൊണ്ടല്ലേ എന്നൊക്കെ വേണമെങ്കിൽ പിറുപിറുപ്പും പരാതികളും ഉണ്ടാകാം. ഈ വികാരങ്ങളൊക്കെ ഒരുപക്ഷെ ഒരു നെടുവീർപ്പിൽ വന്നെന്ന് വരാം. എന്നാൽ ഇത് മോശയെ പഠിപ്പിക്കുകയാണെന്ന് മോശ ഇതാ മനസ്സിലാക്കുന്നു. നമ്മുടെ ഏത് സാഹചര്യവും, അതുകൊണ്ടാണ് റോമാക്കാർക്കെതിരെ ലേഖനത്തിൽ പറയുന്നത്, വിളിക്കപ്പെട്ടവർക്കെല്ലാം നന്മയ്ക്കായി മാറ്റും, പരിണമിപ്പിക്കും. അതിന് പ്രിയമുള്ളവരെ, ഇതുപോലെ എന്റെ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ എനിക്കുണ്ടാകുന്ന കഷ്ടം, എനിക്കുണ്ടാകുന്ന നഷ്ടം, എനിക്കുണ്ടാകുന്ന പരിഹാസങ്ങൾ, ഇതെല്ലാം എന്റെ ദൈവത്താൽ ഞാൻ സസന്തോഷം സ്വീകരിക്കുന്നെങ്കിൽ വിളിച്ച ദൈവം നാളെ അത് നന്മയാക്കി മാറ്റും. ഹല്ലേലൂയ. അതിന് പ്രിയമുള്ളവരെ, മോശ ഒരു കാര്യം വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കി, എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ദൈവം, എന്റെ ദൈവം, അവൻ വിശ്വസ്തനാണ്. അതിന് പ്രിയമുള്ളവരെ, ഒരു ശുശ്രൂഷ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും പ്രത്യാശ ഉണ്ടാകണം. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ നമ്മൾ വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്തത നാം അറിഞ്ഞുകൊണ്ടും ഇന്നലകളിൽ അനുഭവിച്ചുകൊണ്ടും ഇരിക്കണം. എന്റെ പ്രിയമുള്ളവരെ, ഒരു യജമാനന്റെ മുമ്പിൽ യജമാനന്റെ നന്മയും ഗുണവും പരിഗണിച്ച് അല്ലെങ്കിൽ അനുഭവിച്ച് മനസ്സിലാക്കി വരുന്ന ഭൃത്യൻ, യജമാൻ ഏത് അവസരത്തിലൂടെ കടത്തിവിട്ടാലും, ഏത് താഴ്ന്നതാകട്ടെ, ഏത് അവസ്ഥയിലൂടെ, ഏത് ഉപയോഗത്തിന് ഏൽപ്പിക്കുമ്പോഴെല്ലാം വിശ്വസ്തനാണ് എൻ്റെ യജമാനൻ എന്നറിഞ്ഞ് വിശ്വസ്തയോടെ കാത്തിരിക്കും. കാര്യം ഇവനറിയാം, എൻ്റെ യജമാനൻ നല്ലവനാണ്, എൻ്റെ യജമാനൻ നല്ലവനാണ്, എൻ്റെ യജമാനൻ നല്ലവനാണ് എന്നവർക്ക് പ്രത്യാശ ഉള്ളവനായിരിക്കും. ഒരു ദൈവ ശുശ്രൂഷൻ എപ്പോഴും പ്രത്യാശ ഉള്ളവനായിരിക്കും.
ഇപ്പോഴത്തെ സന്ദർഭം ഞെരുക്കമായിരിക്കാം, പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു പ്രത്യാശയുണ്ട്. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവന് ഈ സാഹചര്യത്തെ മാറ്റുവാൻ കഴിയും. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഇതാ മോശ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്റെ ദൈവം എന്നെ പഠിപ്പിക്കുന്ന അവസരമാണ്, പഠിപ്പിക്കുന്ന അവസരം. യെരമ്യാ പ്രവാചകന് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ട്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തില് യെരമ്യാ പ്രവാചകൻ ദൈവത്തോട് പറയാണ്, വിളിക്കപ്പെട്ട നാളിൽ പറയാണ്, അതിന്റെ 1-ാം അധ്യായത്തിൽ 4 മുതൽ അത് താഴോട്ട് വായിക്കുമ്പോൾ കാണാം. യെരമ്യാ പറയാണ്, അയ്യോ കർത്താവേ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാനൊരു ബാലനാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് സന്ദർഭം. അപ്പൊ ദൈവം പറയാണ്, നീ ഇനി ബാലനാന്ന് പറയരുത്. കാരണം എന്നാ, നീ സാധാരണ ഒരു ബാലനാണ്, പക്ഷെ വിളിച്ചിരിക്കുന്ന ദൈവം ആയതുകൊണ്ട് നീ ദൈവത്തിന്റെ ബാലനാണെന്നോ ദൈവത്തിന്റെ മനുഷ്യനാണെന്നോ ഒരു ദൈവ ശുശ്രൂഷകനാണെന്നോ നീ അംഗീകരിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ വിജയം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ ശുശ്രൂഷയെ, എൻ്റെ ശുശ്രൂഷ വിളിയെ അംഗീകരിക്കണം. ആരെല്ലാം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നീയെങ്കിലും അത് അംഗീകരിക്കണം, ഞാനെങ്കിലും അംഗീകരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്നെ ആര് അംഗീകരിച്ചാലും ഇല്ലേലും ഞാൻ സന്തോഷവാനായിരിക്കും. എന്നെ ആര് താഴ്ത്തിയാലും ഉയർത്തിയാലും, താഴ്ത്തുമ്പോൾ താഴുകയോ ഉയർത്തുമ്പോൾ ഞാൻ ഉയരുകയോ ചെയ്യുകയില്ല. കാര്യം ഞാൻ തന്നെ എന്നെ വിളിച്ച ദൈവത്തിന് മുമ്പിൽ എൻ്റെ ശുശ്രൂഷ പദവി ഞാൻ തിരിച്ചറിയുന്നു. ആ ശുശ്രൂഷയെ പ്രതി ഞാൻ നന്ദി പറയുന്നു, അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഏത് അപമാനത്തിലൂടെ കടന്നാലും ഞാൻ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ അഭിമാനിക്കുന്നു. കണ്ടോ എന്റെ പ്രിയമുള്ളവരെ, ഈ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തില് ഈ കൊശവന്റെ വീട്ടിലേക്ക് പോയി കൊശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കുന്ന ഒരു കളിമൺ പാത്രം നിർമ്മിക്കുന്ന ഒരു സന്ദർഭം കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കൊശവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കൊശവൻ എങ്ങനെ ചക്രത്തിന്മേൽ പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പണിതുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രവാചകൻ കണ്ട ഒരു കാര്യം, ഈ കൊശവൻ ഇടയ്ക്കിടയ്ക്ക് ഒരു രൂപം, ഏതോ ഒരു രൂപത്തിലാകുന്ന പാത്രത്തെ വീണ്ടും ഉടക്കുകയാണ്. അങ്ങനെ വീണ്ടും വീണ്ടും ഉടയ്ക്കുന്ന കണ്ടപ്പോൾ വാസ്തവത്തിൽ ഈ ജെറമ്യായ്ക്ക് തന്നെ ഒരു പുച്ഛ മനോഭാവം ഉണ്ടായി. ഉടനെ പ്രവാചകനോട് ദൈവം ചോദിക്കുകയാണ്, പ്രവാചക, നീ കണ്ടില്ലേ, ആ കൊശവൻ ഇഷ്ടമുള്ള പാത്രമാക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ആ രൂപത്തെ മറ്റൊരു രൂപമാക്കാൻ ഉടച്ചു വാർക്കുന്നത് പോലെ, വീണ്ടും പണിയുന്നത് പോലെ ഞാനും എൻ്റെ ശുശ്രൂഷയിൽ നിങ്ങളെയും ഇസ്രായേലിനെ ഒക്കെ പണിയെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു സന്ദർഭം യെരമ്യാ പ്രവാചകന്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്ന് പഠിക്കണം. ദൈവത്തിൽ നിന്ന് പഠിക്കാതെ നമ്മൾ എന്തെങ്കിലും നിന്ന് മറ്റെന്തിനിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്ന് പഠിച്ചാൽ അതതിന്റെ പൂർണ്ണതയിൽ എത്തില്ല. ദൈവം നമ്മളെ ഡയറക്റ്റ് ആയി പഠിപ്പിക്കണം. ഞാനിപ്പോൾ ബൈബിൾ വായിച്ച് ബൈബിൾ പരിജ്ഞാനത്തിലാണ് ശുശ്രൂഷിക്കുന്നതെങ്കിൽ അയ്യോ എനിക്ക് കഷ്ടം, അയ്യോ എനിക്ക് ദുരിതം. കാര്യം ഇത് എന്നിൽ ജീവനേകിയിട്ടില്ല, ഇതെനിക്കൊരു പഠനം മാത്രമാ, ഒരു അറിവ് മാത്രമാ, ഇതെനിക്ക് അനുഭവമായിട്ടില്ലെങ്കിൽ ഞാനിത് ശ്രോതാക്കളായി നിങ്ങളെ പഠിപ്പിച്ചാൽ ദൈവസന്നിധിയിൽ ഞാൻ തള്ളപ്പെട്ടു പോകും. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പഠിച്ചതും പരിശീലിച്ചതും മാത്രമേ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ശുശ്രൂഷയായി വരികയുള്ളൂ. അത് മറന്നു പോകരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ദൈവം നമ്മളിൽ പഠിപ്പിച്ചതും ദൈവം നമ്മളെ പരിചയപ്പെടുത്തിയതുമായ കാര്യം മാത്രമാണ് എൻ്റെ നിങ്ങളുടെ നാളത്തെ, ഇന്നത്തെ അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തെ ശുശ്രൂഷ. വേറൊന്നും ഒരു ശുശ്രൂഷയല്ല. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞതോ, എന്നിൽ അത് ആകുന്നില്ലാതെ ഞാനത് ആ വാക്യം ഉരുവിട്ടാൽ അതൊരു ശുശ്രൂഷയാകുന്നില്ല, അത് കേവലം പ്രബോധനമാകുന്നുള്ളൂ. അത് അറിവിന്റെ മണ്ഡലത്തിൽ മാത്രമേ നിൽക്കുകയുള്ളൂ, ദൈവപ്രവൃത്തിയുടെ മണ്ഡലത്തിൽ അത് ചലിക്കുകയില്ല. കാര്യം പ്രബോധിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന, പ്രസംഗിക്കുന്ന, പ്രവചിക്കുന്ന ആ വിഷയവും ആ ശുശ്രൂഷകനും തമ്മിൽ ബന്ധമില്ലെങ്കിൽ, പഠിപ്പിക്കുന്ന കാര്യവും പഠിപ്പിക്കുന്നവനും തമ്മിൽ ബന്ധമില്ലെങ്കിൽ, ഹല്ലേലൂയ, അവൻ തള്ളപ്പെട്ടു പോകും. എല്ലാ ശുശ്രൂഷകൾക്കും ഒരു സമ്മാനമുണ്ട്. അപ്പോൾ തന്നെ സമ്മാനത്തിന് വേണ്ടി ഒരു
പന്തയമുണ്ട്, ഒരു മത്സരമുണ്ട്, ഒരു കഷ്ടപ്പാടുണ്ട്. ആ ഓട്ടപ്പന്തയത്തിൽ തോറ്റുപോകുന്നവനാണെങ്കിൽ അവൻ എത്ര തന്നെ ആഗ്രഹിച്ചാലും സമ്മാനാർഹനാകുകയില്ല, ആവുകയില്ല. അതുപോലെ തന്നെയാണ് ശുശ്രൂഷ ജീവിതത്തിൽ സമ്മാനാർഹനാകണമെങ്കിൽ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിശീലിച്ചിട്ടുണ്ടോ, അനുഭവിച്ചിട്ടുണ്ടോ, രുചിച്ചിട്ടുണ്ടോ എങ്കിൽ കൊള്ളാം. അതുകൊണ്ടാണ് കർത്താവ് മത്തായി 7:22 അതിന്റെ 22, 23, 24 ആ ഏരിയയിൽ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അനേക ശുശ്രൂഷകരെ കുറിച്ച് ഇത് പറയുന്നേ. അവര് ദൈവത്തിൽ നിന്ന് പഠിച്ചില്ല. കണ്ടോ? ദൈവത്തിൽ നിന്ന് കേട്ട്, ദൈവത്തിൽ നിന്ന് പഠിച്ച്, ദൈവത്തിൽ നിന്ന് പരിശീലിച്ച്, ദൈവത്താൽ ഐക്യപ്പെടണം. അതുകൊണ്ടാണ് യോഹന്നാൻ 3:34, 35 ദൈവത്താൽ ഐക്യപ്പെടുന്നവർ, ദൈവത്താൽ ഐക്യപ്പെടുന്നവർ. ദൈവത്താൽ ഒരാളെ ദൈവം അയക്കുമ്പോൾ എങ്ങോട്ട് അയക്കണോ അവിടത്തേക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും അവന്റെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത വാക്ക് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം ഐക്യപ്പെടുന്നവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതാ മോശ ചിലത് പഠിച്ചെടുക്കുകയാണ്. വീണ്ടും മോശയോട് പറഞ്ഞു, നീ ഈ കൈ മാറിടത്തിൽ വെക്കുക. കൈ വേഗം മാറിടത്തിൽ വെച്ചു. അടുത്ത നിമിഷത്തിൽ ദൈവം പറഞ്ഞു, കൈ എടുത്ത് നോക്കാം. മോശ കൈ എടുത്ത് നോക്കുകയാണ്. നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കണം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം. കൈ എടുത്ത് നോക്കുമ്പോൾ സാധാരണ നിലയിലായി. ഹല്ലേലൂയ. കുറച്ച് സമയം ദുഃഖിക്കേണ്ടി വന്നാലും മുമ്പിൽ എന്നതുപോലെ തന്നെ സന്തോഷത്തിന്, സമാധാനത്തിന്, സമാശ്വാസത്തിനൊക്കെ മോശയ്ക്ക് കാരണമായി തീർന്നു. അതിന് പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ ഇന്നത്തെ കഷ്ടം എന്നും ഉള്ളതല്ല. ഈ കഷ്ടം നമ്മളെ വിട്ടു പോകും. ഇന്നത്തെ ഈ കണ്ണുനീർ, ഇന്നത്തെ ഈ അനുഭവം അത് എന്നും നിലനിൽക്കുന്നതല്ല. അത് ഓരോ സന്ദർഭത്തിലൂടെ വരുന്നു, അത് പോകുന്നു. അപ്പോ വന്നാലും പോയാലും നമ്മൾ ഒരുപോലെയാണ് ദൈവത്തിൽ. പ്രിയമുള്ളവരെ, ഇതാ മോശയെ ദൈവം പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് കഴിയാണ്. എന്നിട്ട് മോശ പറയണം, കർത്താവേ, ഞാൻ വിക്കുള്ളവനാണ്, ഞാൻ കുറവുള്ളവനാണ് എന്നൊക്കെ പറയാണ്. അവിടെ ഈ 4-ാം അധ്യായത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് വായിച്ച് കേൾപ്പിക്കാൻ. 4-ാം അധ്യായത്തില് ദൈവം മോശയോട് പറയാണ്, കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാര ശക്തി നൽകിയത്? ആരാണ് അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? കർത്താവായി ഞാനല്ലേ? എന്നിട്ട് ദൈവം പറയാണ്, അതുകൊണ്ട് നീ നിന്റെ കുറവ് പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് നീ പുറപ്പെടുക. ദൈവം അവനെ പഠിപ്പിച്ചു കഴിഞ്ഞ ശേഷം ദൈവം പറയാണ്, പുറപ്പെടുക. ആ പദം നിങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കണം. ദൈവം മോശയെ ചിലത് പഠിപ്പിച്ച് പരിശീലിപ്പിച്ചതിന് ശേഷമാണ് ദൈവം പറയുന്നത്, നീ പുറപ്പെടുക. കണ്ടോ? ദൈവത്തിൽ നിന്ന് ആരെങ്കിലും കാട്ടിലോ മേട്ടിലോ ധ്യാനമന്ദിരത്തിലോ വീട്ടിലോ റോഡ് സൈഡിലോ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് അനുഭവവേദ്യമായിട്ടുണ്ടെങ്കിൽ, ആ അനുഭവം ഒരു വേദിക്കായി ഒരുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വേദിയിലേക്ക് ദൈവം നിന്നെ അയക്കുകയാണ്. നീ ആ വേദി അന്വേഷിച്ച് പോകേണ്ടതില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവം നമ്മളെ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചു, അഭിഷേകം ചെയ്തു, പരിശീലിപ്പിച്ചു, പരിചയപ്പെടുത്തി, പഠിപ്പിച്ചു. ഇതാ എന്ത് പഠിപ്പിച്ചോ ആ പഠിച്ചതാണ് നാളത്തെ എന്റെയും നിന്റെയും ശുശ്രൂഷ. എന്ത് പഠിച്ചോ അത് പഠിച്ചതിലൂടെ അനേകരെ പഠിപ്പിക്കുകയും ഇതുപോലൊരു സന്ദർഭത്തിലൂടെ അനേകരെ ദൈവ ശുശ്രൂഷകരാക്കുവാനൊക്കെ ദൈവം അതിലൂടെ കാരണമാക്കി തീർക്കുന്നു. നമ്മളെ ദൈവം അതിലൂടെ ഒരു താലന്തിന്റെ ഉടമയാക്കി മാറ്റുന്നു. എന്താണ് താലന്ത്? അനേകരെ വളർത്തുക എന്ന താലന്ത്. പ്രിയമുള്ളവരെ, ഒരു നല്ല ദൈവ ശുശ്രൂഷയുടെ ഏറ്റവും പല ക്വാളിറ്റികളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു ക്വാളിറ്റിയാണ് അവൻ എപ്പോഴും
പലരെയും തന്നേക്കാൾ ശ്രേഷ്ഠരായി വളരുവാൻ ആഗ്രഹിക്കുകയും വളർത്തുകയും അതിനു വേണ്ട ശ്രമങ്ങളും അതിനു വേണ്ട സാധ്യതകളും അതിനു വേണ്ട അഭിഷേകത്തിന്റെ പകർച്ചയും പകരുന്നവനായിരിക്കും. എപ്പോഴും ദൈവത്തിൽ നിന്ന് പഠിക്കുന്നവൻ അനേകരെ പഠിപ്പിക്കുമ്പോൾ അവനെ മറ്റൊരു പ്രവാചകനായി കണ്ടുകൊണ്ടാണ് ഈ ദൈവ ശുശ്രൂഷകൻ എപ്പോഴും പഠിപ്പിക്കുക. അവന്റെ മനസ്സിൽ എപ്പോഴും മറ്റൊരു പ്രവാചകനാണ് ഇവൻ, മറ്റൊരു ദൈവ ശുശ്രൂഷകനാണ്, ഇവനും ദൈവത്തിന്റെ ശ്രേഷ്ഠനാണ്, ഇവനും ദൈവത്തിന്റെ ഉന്നത വിളിയുള്ളവനാണ്. ആ വികാരത്താലാണ് അവൻ ആ ശുശ്രൂഷ നിർവഹിക്കുക. ഇവനൊരു യജമാനനും കേൾവിക്കാരനൊരു ദാസനാണെന്ന മനോഭാവം ഒന്നും ദൈവത്തിൽ നിന്ന് പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്തവന്റെ ഉള്ളിൽ ഒരിക്കൽ പോലും ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെയുള്ളവൻ ഒരിക്കലും ദൈവത്തിൽ നിന്ന് പഠിച്ചവനല്ല. അവൻ അറിവിന്റെ തലത്തിൽ മാത്രം കേവല പുസ്തകത്തിൽ നിന്നോ ഏതൊക്കെയോ അറിവിൽ നിന്ന് പഠിച്ചവനാണ്. അവൻ ഒരിക്കലും ദൈവത്തിൽ നിന്ന് പഠിച്ചിട്ടില്ല. ദൈവത്തിൽ നിന്ന് പഠിച്ചവൻ എപ്പോഴും കേൾവിക്കാരനെ മറ്റൊരു ശുശ്രൂഷകനായി, മറ്റൊരു ദൈവദാസനായി, മറ്റൊരു ദൈവദാസിയായി പരിഗണിച്ചാണ് മാനിച്ചുയർത്തുന്നത്, അവസരങ്ങൾ കൊടുക്കുന്നത്, അഭിഷേകം പകരുന്നത്, താലന്തുകൾ കൈമാറുന്നതെല്ലാം അവന് വേണ്ടി നിലകൊള്ളുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവന് വേണ്ടി എന്തെല്ലാം ചെയ്യണം അതിനു വേണ്ടി എഫേർട്ട് എടുക്കുകയും ചെയ്യുന്ന ഒരു നല്ല ശുശ്രൂഷകനായിരിക്കും ദൈവത്തിൽ നിന്ന് പഠിച്ചവൻ. യേശുവിനെ നോക്കി ദൈവപിതാവ് പറഞ്ഞില്ലേ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. കണ്ടോ, ഈശോ അനേകരെ പഠിപ്പിച്ചു, അനേകരെ തന്റെ അടുക്കിലേക്ക് വിളിച്ചുകൂട്ടി. എന്നാൽ കേൾവിക്കാരിൽ പലരും യേശുവിനെ വിട്ടുപോയി. പത്രോസ് അപ്പോസ്തലൻ വരെ ചോദിച്ചു, കർത്താവ് ഒത്തിരി പേര് പോവാണല്ലോ, യേശു പറഞ്ഞു നിനക്ക് പോകണമോ? പോകാം. കണ്ടോ, ആ പത്രോസിനെ നോക്കി ഇത് പറയുമ്പോഴും യേശുവിന്റെ ഉള്ളത്തിൽ, മോനെ പത്രോസേ, നീ എന്റെ കർത്താവിന്റെ ശ്രേഷ്ഠനാണ്, സ്വർഗത്തിന്റെ താക്കോല് നിനക്ക് തരുന്നവനാണെന്നെല്ലാം യേശു കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു മനോഭാവം ഒരു ശുശ്രൂഷകന്റെ ജീവിതത്തിൽ തുറന്നു നിൽക്കും. ഒളിഞ്ഞു നിൽക്കുകയല്ല, തുറന്നു നിൽക്കും. അവൻ അങ്ങനെ ആയിരിക്കും. അവൻ മറ്റൊരുവനെ കർത്താവിലേക്ക് അടുപ്പിക്കുകയും അഭിഷേകത്തിൽ വളരുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവനായിരിക്കും. ഇതാ എന്റെ പ്രിയമുള്ളവരെ, മോശയെ ദൈവം അഭിഷേകം ചെയ്ത നാളിൽ, ശുശ്രൂഷ വേദികളിൽ, ശുശ്രൂഷ വേളകളിൽ, മോശ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന നാളിൽ ഒരിക്കൽ ദൈവം മോശയുടെ മേൽ നിന്ന് അഭിഷേകം എടുത്തിട്ട്, ദൈവചൈതന്യം എടുത്ത് 70 ശ്രേഷ്ഠദാസന്മാരെ അഭിഷേകം ചെയ്യുന്ന ഒരു സംഭവം സംഖ്യാപുസ്തകം 11-ാം അധ്യായം അതിന്റെ 24 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ മോശ അവരുടെ മേലേക്ക് പകരുകയാണ് അഭിഷേകം. അവരെല്ലാവരും കൂടാരത്തിനകത്തും പുറത്തൊക്കെ നിന്ന് പ്രവചിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ ഒരു ശ്രേഷ്ഠത മോശയിൽ നിന്ന് നിറഞ്ഞു നിന്നു എന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ നിന്ന് പഠിക്കുന്നവരിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ്, അവനിൽ നിന്നുള്ളതെല്ലാം അവൻ മറ്റുള്ളവർക്ക് കൈമാറും. അവനിലുള്ളതെല്ലാം അവൻ എന്തൊക്കെ ദൈവത്താൽ ഉണ്ടോ അതെല്ലാവർക്കും എന്താ പറയാ, പരിമിതികളില്ലാതെ കൈമാറുക തന്നെ ചെയ്യും. അതാണ് ഒരു നല്ല ശുശ്രൂഷകന്റെ നല്ല സ്വഭാവം. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, വളർത്തുന്നവനാണ് വാസ്തവത്തിൽ വളർന്നവൻ എപ്പോഴും വളർത്തും. ഹല്ലേലൂയ. വളർന്നവനെ വളർത്താൻ പറ്റൂ, വളരാത്തവൻ തളർത്തും. ഹല്ലേലൂയ. നന്നായി ദൈവത്തിൽ വളർച്ച പ്രാപിച്ചവൻ, ദൈവത്തിൽ നിന്ന് പഠിച്ചു വളർന്നവന് മാത്രമേ വളർത്തുവാൻ കഴിയുകയുള്ളൂ. ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ ഈ പഠിപ്പിച്ചതെല്ലാം, നീ പരിശീലിച്ചതെല്ലാം ഇതാ പുറത്തെടുക്കാൻ സമയമായി. ദൈവം മോശയോട് പറയാണ്, ദൈവം പറഞ്ഞു, ഇതാ നീ പുറപ്പെടുക. അതിന്റെ 12-ാം തിരുവചനത്തിൽ പുറപ്പാട് 4:12 പറയാണ്, ആകയാൽ നീ പുറപ്പെടുക. അടുത്ത വാക്ക് കേട്ടോ, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. കേട്ടോ, ഒരു ശുശ്രൂഷയിൽ നമ്മുടെ ഇപ്പൊ ഈ സമയത്ത് പോലും എനിക്ക് ദൈവസഹായം ആവശ്യമാണ്. ഇത് ഞാൻ എൻ്റെ അറിവിൽ നിന്നോ ഇന്നലകളിൽ എവിടെയോ പ്രസംഗിച്ചതിന്റെ പാണ്ഡിത്യത്തിൽ നിന്നോ ഒന്നുമല്ല. അതാത് സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് കൈമാറുന്ന പാക്കേജ് ദൈവത്തിന്റെ ആത്മാവിന്റെ ജ്ഞാനത്തിൽ തുറക്കുകയാണ്.
ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഇതാ ദൈവ ശുശ്രൂഷ വേളയിൽ, ദൈവ ശുശ്രൂഷ ഒരുങ്ങിയപ്പോൾ, ദൈവ ശുശ്രൂഷയുടെ വേദിയിൽ ദൈവം പറയാണ് മോശയോട്, ഞാൻ നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കാം. സംസാരിക്കാൻ എന്ത് വേണം? സംസാരിക്കാൻ ശബ്ദം ആവശ്യമാണ്. ശബ്ദം പുറപ്പെടുന്നത് വാക്കുകളിലൂടെയാണ്. സംസാരത്തിന് ശബ്ദം വേണം. ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ശബ്ദമില്ലാതെ വായിന്റെ ആക്ഷൻ മാത്രമാണെങ്കിൽ അത് സംസാരമല്ല, അത് വെറും ഒരു ആംഗ്യം മാത്രമാണ്. അപ്പൊ സംസാരത്തിന് ശബ്ദം ആവശ്യമാണ്, ശബ്ദത്തിന് വാക്ക് ആവശ്യമാണ്. എന്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മുൻപിൽ, ദൈവത്തിന്റെ പക്കൽ നിരവധിയായ വാക്കുകൾ ആഡ് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്, സ്വർഗത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ വാക്കുകൾ എനിക്ക് കൈമാറി കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഈ ഭൂമിയിലെ ശ്രേഷ്ഠതയുള്ള ശുശ്രൂഷകൻ. ദൈവത്തിൽ നിന്ന് വാക്കുകൾ ലഭിക്കുക, ദൈവത്തിൽ നിന്ന് ശബ്ദം പുറപ്പെട്ടത് വാക്കായി ഞാൻ എൻ്റെ ആത്മാവിൽ അറിയുക. ഈ അറിവെല്ലാം സംഭവിക്കുന്നത് ബുദ്ധിയിലല്ല, എൻ്റെ ആത്മാവിലാണ്. നിങ്ങളൊരു സന്ദർഭം നോക്കിക്കേ. അപ്പോസ്തലന്മാരുടെ കാലത്ത് ഈശോയുടെ കൂടെ നിൽക്കുമ്പോൾ അവർ പരസ്പരം ആരാണ് വലിയവരെന്നൊക്കെ ഒരു ചർച്ച നടത്തി. ഇത് യേശു ഹൃദയത്തിൽ അറിയുകയാണ്. ഇത് ഹൃദയത്തിൽ അറിയുകയാണ്. യേശു തന്റെ ഉള്ളിൽ ഇത് അറിയുകയാണ്. ഈ ശബ്ദം, വാക്കുകൾ ഇതാ ദൈവത്തിന്റെ ആത്മാവ് മുഖാന്തരം ഇവരുടെ ഇടയിൽ ഇങ്ങനെ നടക്കുന്നു എന്ന് യേശു അറിയുകയാണ്. യേശു അവരുടെ ഇടയ്ക്കിലേക്ക് ചെല്ലുകയാണ്. യേശു അവരോട് പറയണം, മക്കളെ, അങ്ങനെയൊന്നും അല്ല ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ഞാനാണ് വലിയവൻ, നീയാണ് വലിയവൻ എന്ന് അങ്ങനെയൊന്നും ഇല്ല. ഏറ്റവും വലിയ ശുശ്രൂഷകൻ ഏറ്റവും ചെറിയവനായിരിക്കും. ഇങ്ങനെ ജ്ഞാനം വന്ന് വീഴുകയാണ് യേശുവിന്റെ അകത്ത്, ആത്മാവിൽ. എന്റെ പ്രിയമുള്ളവരെ, ശുശ്രൂഷകളെല്ലാം ഊരിത്തിരിയുന്നതിന് മുമ്പ് ഈ ശുശ്രൂഷ ഒരു സ്ഥലത്ത് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്ഥലമാണ് ദൈവപിതാവിന്റെ മനസ്സ്. എല്ലാ ശുശ്രൂഷയും അതിന്റെ ആരംഭത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത് ദൈവപിതാവിന്റെ മനസ്സിലാണ്. അതാണ് വെളിപാട് പുസ്തകം 1-ാം അധ്യായം നിങ്ങൾ താഴ്ത്തു വായിക്കുമ്പോൾ 1-ാം തിരുവചനത്തിൽ ആസന്ന ഭാവിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന് നൽകിയെന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഒരു സംഭവം. ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളുടെ കൈമാറ്റം, ആ കൈമാറ്റം തുടങ്ങുന്നത് തന്നെ ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യം ദൈവം തന്റെ ദാസന്മാർക്ക് കൈമാറേണ്ടതിന് ദൈവം തന്റെ സ്വപുത്രനായി ക്രിസ്തുവിന് കൈമാറി. ക്രിസ്തു അത് ദൂതന്മാർക്ക് കൈമാറി. ദൂതന്മാർ അത് ദാസനായ യോഹന്നാന് കൈമാറി. ആ പദം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അല്ലെ പ്രിയമുള്ളവരെ, ഒരു ശുശ്രൂഷയുടെ ആരംഭം ദൈവപിതാവിന്റെ ഹൃദയത്തിലാണ് ആരംഭിക്കുന്നത്. ഒരു ശുശ്രൂഷയുടെ ആരംഭം ദൈവപിതാവിന്റെ ഹൃദയത്തിലാണ് ആരംഭിക്കുന്നത്. ആ ആരംഭം അറിയുന്നവനാണ് അഭിഷേകമുള്ളവൻ. അതാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതുമ്പോൾ 2 കൊരിന്ത്യർ അതിന്റെ 2-ാം അധ്യായം അതിന്റെ അവസാനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് ദൈവത്തിന്റെ മനസ്സറിയാം. മനുഷ്യന്റെ ആത്മാവ് അവന്റെ അന്തരമല്ല, മനുഷ്യന്റെ ആത്മാവ് അറിയുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ മനസ്സറിയുന്നു. തുടർന്ന് പറയാണ് അപ്പോസ്തലൻ, ഞങ്ങൾക്ക് ദൈവത്തിന്റെ മനസ്സറിയാം. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മനസ്സിൽ നിന്ന് കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന കാര്യങ്ങളുടെ ഭൂമിയിലെ കൈമാറ്റമാണ് പൗലോസ് അപ്പോസ്തലന് പറയാനുള്ള ദൈവ ശുശ്രൂഷ. കണ്ടോ, ഇത് തന്നെയാണ് ഈശോ ചെയ്ത ശുശ്രൂഷ. ഞാൻ സ്വമേധയാ ഒന്നും ചെയ്യുന്നതല്ല, ഞാൻ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ്. ഈശോ ചെയ്ത കാര്യങ്ങളാണ് ശുശ്രൂഷ. ഈശോ ചെയ്ത കാര്യങ്ങൾ ഈശോ ചെയ്യുന്നതിന് മുമ്പ് എവിടെയായിരുന്നു ശുശ്രൂഷ? ദൈവപിതാവിന്റെ ഹൃദയത്തിലാണ്. അത് അപ്പോൾ തന്റെ ആത്മാവിൽ ദൈവം ഈശോയ്ക്ക് കൈമാറുകയാണ്. കണ്ടോ, അതുകൊണ്ടാണ് ഈശോ
പരിശുദ്ധാത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവ് ഉന്നതത്തിൽ നിന്ന് ശക്തി വരുന്നത് വരെ ഇങ്ങനെയൊക്കെ പരിചയപ്പെടുത്തിയത്. ദൈവത്തിന്റെ ആത്മാവിനെ വേദനിപ്പിച്ചാൽ ഈ ലോകത്തിൽ വരുവാനുള്ളതിനും പാപമോചനമില്ല എന്നൊക്കെ ഈശോ വികാരം കൊണ്ട് പറഞ്ഞത് ദൈവപിതാവിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുവിച്ച് ആ ശുശ്രൂഷകൾ പുറപ്പെടുവിച്ച് കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ആത്മാവാണ്, ദൈവത്തിന്റെ തങ്ക ആത്മാവാണ്, ദൈവപിതാവിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. സ്വന്തം ആത്മാവാണ്, ദൈവപിതാവിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അതാണ് യെശയ്യാ 63:10 പറഞ്ഞത്, എന്റെ ആത്മാവിനെ അവർ ദുഃഖിപ്പിച്ചത് കൊണ്ട് ഞാൻ അവർക്കെതിരാണ്, അവരുടെ മുമ്പിൽ ഞാൻ മുഖം മറയ്ക്കും എന്നൊക്കെ ദൈവപിതാവിന്റെ കോപമുളവായത്. എന്റെ പ്രിയമുള്ളവരെ, ആ വികാരത്തിലാണ് ഈശോ പറഞ്ഞത്, മനുഷ്യപുത്രനായ എനിക്കെതിരെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും. മത്തായി 12 അതിന്റെ 30 മുതലുള്ള ഈശോ പഠിപ്പിക്കുമ്പോൾ അതല്ല പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഒരു ശുശ്രൂഷ ആദ്യം രൂപപ്പെടുന്നത് ദൈവപിതാവിന്റെ മനസ്സിലാണ്. ഇത് ദൈവപിതാവിൽ നിന്ന് പുറപ്പെടുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഇത് പരിശുദ്ധാത്മാവിലൂടെ പുറപ്പെട്ട് ഈ ഭൂമിയിലെ ദൈവമനുഷ്യന്റെ ഹൃദയത്തിൽ, അവന്റെ ആത്മാവിൽ ദൈവാത്മാവ് മന്ത്രിക്കുകയോ അറിയിക്കുകയോ മനസ്സിലാക്കുകയോ പഠിപ്പിക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്തു കൊടുക്കും. അത് ലഭിച്ചു കഴിഞ്ഞാൽ ഈ ദൈവ ശുശ്രൂഷകൻ അതിനു വേണ്ടി ചില എഫർട്ട് എടുക്കുകയാണ്. അത് ഈ ഭൂമിയിൽ നടപ്പിലാക്കാൻ, അത് ഈ ഭൂമിയിൽ ചെയ്യുവാൻ, അത് ഈ ഭൂമിയിൽ ആവർത്തിക്കുവാൻ, അത് ഈ ഭൂമിയിൽ വിതയ്ക്കുവാൻ, അത് ഈ ഭൂമിയിൽ ആക്കി വെക്കാൻ അവൻ പിന്നീട് ഒരു എഫർട്ട് എടുക്കുകയാണ്. ആ എഫേർട്ടിന് ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് അവനെ ശക്തീകരിച്ച് സഹായിച്ച് അഭിഷേകം ചെയ്ത് ഒരുക്കി ബലത്തോടെ ധൈര്യത്തോടെ വീരപുരുഷനായി ഭൂമിയിൽ നിർത്തുകയാണ്. അവനാണ് ചൂടുള്ള ദൈവ ശുശ്രൂഷകൻ. ഒരു ദൈവ ശുശ്രൂഷകനിൽ എപ്പോഴും ചൂടുണ്ടോ? അവൻ തീഷ്ണവാനാണോ? അവൻ സാഹചര്യം കിട്ടിയപ്പോൾ കുറച്ചു നേരം പ്രവചിച്ചു, കുറച്ചു നേരം പ്രസംഗിച്ചു, കുറച്ചു നേരം എന്തൊക്കെ ശുശ്രൂഷിച്ചു, ബാക്കിയുള്ള സമയം അവനവന് തോന്നിയതുപോലെ ലോകമൈത്രി, ലോക ഇഷ്ടത്തിലാണ് അവൻ ചലിക്കുന്നതെങ്കിൽ യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ 4:4, യാക്കോബ് 4:4 പറഞ്ഞില്ലേ, ലോകത്തിന്റെ മിത്രമാകരുത്, ലോകത്തിന്റെ മിത്രമാകുന്ന ദൈവ ശുശ്രൂഷക നീ മറക്കല്ലേ, നീ ലോകത്തിന്റെ മിത്രമാകുന്ന ആറ്റിറ്റ്യൂഡോ മൈൻഡോ നിന്നിൽ ഉണ്ടെങ്കിൽ നീ ദൈവത്തിന്റെ മുൻപിൽ ശത്രുവാണ്. ദൈവത്തിന്റെ മുൻപിൽ ശത്രുവാകുന്ന ഒരു ദൈവ ശുശ്രൂഷകനെ എങ്ങനെ ദൈവം കാര്യസ്ഥനാക്കും? ദൈവം എങ്ങനെ ഉയർത്തും? ദൈവം എങ്ങനെ അവനെ ഉന്നതിയിലേക്ക് ഉയർത്തും? ഒരു ഉയർന്ന ശുശ്രൂഷ അവന്റെ കയ്യിൽ എങ്ങനെ കൈമാറും? അങ്ങനെ കൈമാറുകയില്ല. കേവലം ചെറിയ തോതിൽ അവനെ വിളിച്ചതിന്റെ പേരിലോ ഇന്നലകളെ അഭിഷേകം ചെയ്തതിന്റെ പേരിലൊക്കെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചെന്ന് വരാം. എന്നാൽ അവന്റെ ശുശ്രൂഷ ഒരിക്കലും ഒരു സൂപ്പർ നാച്ചുറൽ ലെവലാവുകയില്ല. അവന്റെ ശുശ്രൂഷ എപ്പോഴും ഒരു നാച്ചുറൽ ലെവലായിരിക്കും. അസാധാരണ നിലയിൽ ഒരു ദൈവപ്രവൃത്തി അവനിൽ നിന്ന് പുറപ്പെടുകയില്ല. കാര്യം അവൻ ദൈവത്തിന്റെ ചൂടുള്ളവനല്ല. ദൈവത്തിന്റെ മന്ത്രശബ്ദം അവന് കേൾക്കാൻ എപ്പോഴും കഴിയുകയില്ല. ചില സന്ദർഭങ്ങളിൽ, ചില ശുശ്രൂഷ മുഖത്ത്, ചില മണിക്കൂറുകളിൽ, ചില ദിവസങ്ങളിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടായെന്ന് വരാം. എങ്കിലും ദൈവത്തിന് മനസ്സിനിണങ്ങിയ വിധത്തിൽ ഒരു ശുശ്രൂഷ ദൈവം അവന്റെ കൈകളിൽ ഏൽപ്പിക്കുകയില്ല. എന്റെ പ്രിയമുള്ളവരെ, ഈ ഒരു അപകടകരമായ കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. പ്രിയമുള്ളവരെ, ഇതാ കർത്താവിന്റെ ദാസനായ, കർത്താവിന്റെ പ്രവാചക ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ട, വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട മോശയോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നോട് സംസാരിക്കാം. ഒരു ദൈവ ശുശ്രൂഷകനോട് ദൈവത്തിന് എപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഒന്ന് മിണ്ടി പറയുക, സംസാരിക്കുക. ദൈവത്തിന് നമുക്കൊക്കെ വികാരമുള്ളതുപോലെ ദൈവത്തിനും ദൈവിക വികാരങ്ങളുണ്ട്. ദൈവത്തിന് ഒത്തിരി ദൈവിക ആഗ്രഹങ്ങളുണ്ട്. ഇതൊന്ന് പറയാൻ, ഇതൊന്ന് പങ്കുവെക്കാൻ ഈ ഭൂമിയിലെ ശ്രേഷ്ഠന്മാരാണ് തെരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകർ, തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന് മനസ്സിനിണങ്ങിയവർ. ദൈവത്തിനൊന്ന് മിണ്ടിപ്പറയാൻ, ദൈവത്തിനൊന്ന് ചിലത് സംസാരിക്കാൻ, ദൈവത്തിന് ചിലതൊന്ന് കൈമാറാൻ ദൈവം നിയോഗിച്ച ഭൂമിയിലെ ശ്രേഷ്ഠന്മാരാണവർ. അതുകൊണ്ടാണ് പ്രവാചകനോട് പറഞ്ഞത്, നിങ്ങളെ ആരെങ്കിലും തൊട്ടാൽ എന്റെ കൃഷ്ണമണിയെയാണ് തൊടുന്നത്. കണ്ടോ നമ്മുടെ വില കണ്ടോ? ഒരു പ്രവാചകനെ പ്രവാചകനായി സ്വീകരിച്ചാൽ സ്വീകരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. ഒരു ശുശ്രൂഷകനെ
ശുശ്രൂഷകനായി സ്വീകരിച്ചാൽ, ഒരു സുവിശേഷകനെ സുവിശേഷകനായി സ്വീകരിച്ചാൽ ഒക്കെ ഈ ഭൂമിയിൽ വലിയൊരു അനുഗ്രഹമാണ്. കാര്യം ഇവൻ ഈ ദൈവത്തിന്റെ മനസ്സ് അറിയുന്നവനും ദൈവവുമായി കമ്മ്യൂണിക്കേഷൻ ഉള്ളവനുമാണ്. ദൈവം സംസാരിക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് ഇഷ്ടമുള്ളവനാണ് ഈ ഭൂമിയിലെ ദൈവ ശുശ്രൂഷകർ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഇതാ ധനവാനും ലാസറിന്റെ ആ ഉപമയിൽ ധനവാൻ പറയാണ്, ഈ ലാസറിനെ ഭൂമിയിലേക്ക് അയച്ച എന്റെ സഹോദരങ്ങൾ 3-5 പേര് ഭൂമിയിലുണ്ട്, അവരിങ്ങോട്ട് വരാതിരിക്കാൻ, ഈ നരകക്കുഴിയിലേക്ക് നരക അനുഭവത്തിലേക്ക് വരാതിരിക്കാൻ ഈ ലാസറിനെ പറഞ്ഞു വിട്ടെന്ന് പ്രബോധിപ്പിക്കണം എന്നും അബ്രഹാം പിതാവിനോട് പറയുമ്പോൾ അബ്രഹാം പിതാവ് പറയാണ്, അങ്ങനെ ഒരു സിസ്റ്റം സ്വർഗത്തിലില്ല. എന്താണ് സിസ്റ്റം? ദൈവം തെരഞ്ഞെടുത്ത, ദൈവം വേർതിരിച്ച, ദൈവം അഭിഷേകം ചെയ്ത, ദൈവം ആക്കി വെച്ച ചില പാത്രങ്ങൾ, ദൈവത്തിന്റെ പകരക്കാർ ഈ ഭൂമിയിലുണ്ട്. പ്രവാചകന്മാരും അപ്പോസ്തലന്മാരൊക്കെ അവരുടെ വാക്കിലാണ് ദൈവപ്രവൃത്തി, ദൈവ ശുശ്രൂഷ. അല്ലാതെ ലാസറിന്റെ കയ്യിലില്ല. കണ്ടോ, ഈ ഭൂമിയിലെ ഓരോ ദൈവ ശുശ്രൂഷന്റെ കയ്യിലാണ് ദൈവവികാരങ്ങൾ ദൈവം കൈമാറുന്നത്. ഒരു ദൈവ ശുശ്രൂഷന്റെ അകത്തൊരു ദൈവവികാരം കൈമാറിയാൽ പിന്നെ വാസ്തവത്തിൽ ഇങ്ങനെ ഒരു പ്രസവ വേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീയെ പോലെയാണ്. അത് എങ്ങനെയെങ്കിലും പുറത്തെടുക്കാൻ, അത് എങ്ങനെയെങ്കിലും പാകപ്പെടുത്താൻ, അത് എവിടെയെങ്കിലും ഒന്ന് വിതയ്ക്കാൻ, അത് എവിടെയെങ്കിലും ഒന്ന് രൂപപ്പെടുത്താൻ, ആ സർവീസ് ഒന്ന് എവിടെയെങ്കിലും ചെയ്യാൻ ഇവന്റെ അകത്തിങ്ങനെ വല്ലാതെ ഒരു നൊമ്പരം അനുഭവിക്കുക. അത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞില്ലേ, നിങ്ങളിൽ ക്രിസ്തു ഉളവാകുന്നത് വരെ കണ്ടോ ഒരു പ്രസവ വേദന ഞാൻ അനുഭവിക്കുന്നു. എന്താണ് പ്രസവ വേദന? ദൈവവികാരമാണ്. ദൈവവികാരം. യോഹന്നാന്റെ സുവിശേഷത്തില് ഈശോനെ നോക്കി പറയുന്നിങ്ങനെയാണ്, അവന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ്, ആ തീഷ്ണത യേശുവിന് വിഴുങ്ങി. കണ്ടോ, അതൊരു ദൈവവികാരമാണ്. ദൈവവികാരം, ദൈവവികാരം. അപ്പൊ ദൈവവികാരമുള്ളവനാണ് ഈ ഭൂമിയിലെ ദൈവ ശുശ്രൂഷകൻ. അവനൊരു ദൈവവികാരം ഉണ്ടാകും. ചിലപ്പോൾ അവന് ആ വികാരം ഒരു കരച്ചിൽ പോലെ തോന്നും. അത് ദേശത്തെ നോക്കി ദൈവം കരയുന്നതാണ്. ആ ദൈവ മനുഷ്യൻ കരയും. ഒരു വ്യക്തിയെ കുറിച്ചുള്ള ദൈവവികാരം ആ വ്യക്തി അടുത്തു വരുമ്പോൾ, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വേദിയിൽ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ ആ കൂട്ടത്തെ കുറിച്ചുള്ള ദൈവവികാരം പല അനുഭവത്തിലൂടെ, പല വികാരങ്ങളിലൂടെ, പല അനുഭവങ്ങളിലൂടെ, പല അനുഭൂതികളിലൂടെ നമ്മുടെ അകത്ത് സൃഷ്ടിക്കപ്പെടും. അപ്പോഴാണ് വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെക്ഷനുകൾ ആ വേദിയിൽ വെച്ച് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് പുറത്തെടുക്കുന്നത്. ചിലപ്പോൾ കുടുംബം തകർന്നവർക്ക് വേണ്ടി, ചിലപ്പോൾ നമ്മൾ കയറിയിട്ടുള്ളത് വേറെ ഏതെങ്കിലും സെക്ഷൻ പഠിപ്പിക്കാനായിരിക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു പ്രവചനം വരികയാണ്, കുടുംബജീവിതം തകർന്നവർ. അപ്പോഴേക്ക് വേഗം മറ്റൊരു വികാരം വരികയാണ്, ആത്മഹത്യ ടെൻഡൻസി ഉള്ളവർ ഈ സമൂഹത്തിലുണ്ട്. ഉടനെ നമ്മൾ പറയാണ്, പ്രത്യാശയില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടവനെ കുറിച്ചുള്ള വികാരം ഇതാ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു. അങ്ങനെ ചിലരെ ദൈവം വിടുവിക്കുന്നു എന്നൊക്കെ ഉള്ള ശുശ്രൂഷകളുടെ വ്യത്യസ്ത നിലകൾ അതാത് സമയങ്ങളിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ കാരണമാകുന്നത് ഇതെല്ലാം ദൈവവികാരമാണ്. ദൈവവികാരമാണ് ദൈവ ശുശ്രൂഷന്റെ ശുശ്രൂഷ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവികാരങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കാര്യം മറന്നു പോകരുത്, നമ്മൾ ഈ ഭൂമിയിൽ ഏറ്റവും വിലയുള്ള ദൈവ ശുശ്രൂഷകനാണ്. ഒരാളുടെ കരച്ചിൽ കാണുമ്പോൾ നിനക്കൊരു വികാരമുണ്ടോ? ഒരാൾ നശിക്കുന്നത് കാണുമ്പോൾ, ഒരാൾ പാപം ചെയ്യുന്നത് കാണുമ്പോൾ, ഒരാൾ ആത്മീയതയിൽ നിന്ന് വീണു പോകുന്നത് കാണുമ്പോൾ, ഒരാൾ ആത്മീയതയിൽ നിൽക്കുകയും പാപത്തിലായിരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ നിനക്കൊരു വികാരമുണ്ടെങ്കിൽ ആ വികാരത്തിന് പറയുന്ന പേരാ ദൈവവികാരം. ആ വികാരമാണ് നിന്നെ ഏൽപ്പിച്ച ആ സമയത്ത് ദൈവ ശുശ്രൂഷ. അല്ല പ്രിയമുള്ളവരെ, ശുശ്രൂഷ ഒരിക്കലും നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ല. അത് ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട് ദൈവത്തിന്റെ ആത്മാവ് ദൈവ മനുഷ്യരിലൂടെ പുറത്തെടുക്കുന്നതാണ്. അതിനൊരു സമയമുണ്ട്, അതിനൊരു കാലമുണ്ട്, അതിനൊരു ഒരുക്കമുണ്ട്, അതിനൊരു വേദിയുണ്ട്, അതിനൊരു ദേശമുണ്ട്, അതിനൊരു കൂട്ടമുണ്ട്, അതിനൊരു പ്രവൃത്തിയുണ്ട്. ഇതൊന്നും മറന്നു പോകരുത്. നമ്മുടെ വികാരങ്ങളല്ല ശുശ്രൂഷകളൊന്നും. ദൈവവികാരമാണ് ദൈവ ശുശ്രൂഷ. ഇതാ മോശയുടെ ദൈവം പറയാണ്, നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. അടുത്ത് കേട്ടോണം, നീ പറയേണ്ടത് എന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. എന്റെ പ്രിയമുള്ളവര്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ദൈവം പറയും. ദൈവം ആ ശുശ്രൂഷയെ കുറിച്ച് പറയും. ദൈവം ഒരു ശുശ്രൂഷയെ കുറിച്ച് നമ്മളോട് പറയുന്നില്ലെങ്കിൽ ആ ശുശ്രൂഷ നമ്മൾ ചെയ്യാൻ പാടില്ല. ആ ശുശ്രൂഷ നമ്മളല്ല ചെയ്യേണ്ടത്, മറ്റാരുമാണ്. ആ ശുശ്രൂഷ ദൈവം ആർക്കോ മറ്റാർക്കോ വേണ്ടി നിയോഗിച്ചതാണ്. അതിൽ കൊണ്ടുപോയി നമ്മൾ തല വെക്കരുത്. നമ്മളെ നാടൻ ഭാഷയെ പറയില്ലേ, ആവശ്യമില്ലാത്തടത്ത് കൊണ്ട് തല വെക്കരുതെന്ന് പറയുന്ന പോലെ. കാരണം ഒരു ദൈവ ശുശ്രൂഷയിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, അതിലേക്കായി എനിക്ക് നിയോഗമുണ്ടോ, അതിലേക്കായി ആ സ്ഥലത്തേക്കായി ആ മിനിസ്ട്രിക്കായി എന്നെ ഏൽപ്പിക്കുന്നുണ്ടോ, അവിടെ എനിക്കുണ്ടോ, എനിക്കൊരു പാക്കേജ് ഉണ്ടോ അവിടത്തേക്ക്. ഉണ്ടെങ്കിൽ ഓക്കെ, ഉണ്ടെങ്കിൽ നിങ്ങൾ മൂവ് ചെയ്യുക, നിങ്ങൾ ചലിക്കുക. അവിടെ ശുശ്രൂഷ പദവിയായി ശുശ്രൂഷ നിങ്ങളിൽ നിന്നും പുറപ്പെടുകയും വിതയ്ക്കപ്പെടുകയും കൊയ്തെടുക്കുകയും നിലനിൽക്കുകയും ചെയ്യും. ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേർ, നമ്മുടെ പേർ എഴുതപ്പെടുകയും ചെയ്യും. ഇല്ലെങ്കിൽ മനുഷ്യപ്രീതിയിലോ മനുഷ്യ ഇഷ്ടത്തിലോ മനുഷ്യ പ്രേരണയിലോ മനുഷ്യബന്ധത്തിലോ മനുഷ്യവികാരങ്ങളിലോ മനുഷ്യ പഠനങ്ങളിലോ ഒക്കെ ആശ്രയിച്ച് സമ്പത്തിന് വേണ്ടിയോ സ്ഥാനമാനത്തിന് വേണ്ടിയോ വസ്തുവകൾക്ക് വേണ്ടിയോ ഏതെങ്കിലുമൊക്കെ നന്മകൾക്ക് വേണ്ടിയാണ് ശുശ്രൂഷ കൊണ്ടുപോകുന്നതെങ്കിൽ യാത്രകൾ ഉണ്ടാകും, അവസരങ്ങൾ ഉണ്ടാകും, ബന്ധങ്ങൾ ഉണ്ടാകും, ശുശ്രൂഷ ഉണ്ടാകും. പക്ഷേ ഇത് നിത്യതയിൽ കടക്കുകയില്ല. കണ്ടോ, അത് ഇവിടെ കൊണ്ട് തീരും. അതിന്റെ ഫലങ്ങളെല്ലാം ഇവിടം കൊണ്ട് തുടങ്ങി ഇവിടെ തന്നെ അനുഭവിച്ച് ഇവിടെ അവസാനിക്കും. ഒന്നും നിത്യതയിൽ കൊണ്ടുപോകില്ല. എന്ന് പറയുമ്പോഴവരെ, നിത്യതയിൽ നമ്മുടെ ശുശ്രൂഷ എത്തണമെങ്കിൽ ഇപ്രകാരം ദൈവത്തിൽ നിന്ന് പഠിച്ച് ദൈവാലോചനകൾ കേട്ട് ദൈവ മനസ്സിൽ നിന്ന് അറിഞ്ഞ് ദൈവത്തിന്റെ തീഷ്ണതയും ദൈവവികാരങ്ങൾ പുറപ്പെടുമ്പോൾ മാത്രമേ ശുശ്രൂഷ നമ്മളിൽ നിന്ന് പുറപ്പെടുവാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ കൊണ്ട് ഈ ഭൂമിയിൽ തന്നെ, ഭൂമിയിൽ തുടങ്ങി ഭൂമിയിൽ അവസാനിച്ച് ഭൂമിയിൽ നശിച്ചടങ്ങും നമ്മുടെ ശുശ്രൂഷകളെല്ലാം. അതുകൊണ്ടാണ് അവസാനം വരെ എന്നൊരു പദം ഈശോ പഠിപ്പിച്ചത്. അവസാനം വരെ, അവസാനം വരെ, അവസാനം വരെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷകളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രതിഷ്ഠ പ്രാർത്ഥന വിളി നൽകിയ ശുശ്രൂഷകളെല്ലാം, ചെറുതാകട്ടെ വലുതാകട്ടെ, ശുശ്രൂഷ ഒരിക്കലും വലുതെന്നോ ചെറുതെന്നോ ഇല്ല, എല്ലാം ശ്രേഷ്ഠമാണ്. അതാതിന് വേണ്ടി ദൈവം ഓരോരുത്തരെ നിയോഗിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ പഠിപ്പിക്കുന്നവനോ അല്ലെങ്കിൽ പ്രവചിക്കുന്നവനോ പ്രസംഗിക്കുന്നവനോ, പുതിയ നിയമത്തിൽ പ്രസംഗമില്ല കേട്ടോ. പുതിയ നിയമത്തിൽ പ്രസംഗത്തിന്റെ അഭിഷേകമോ പ്രസംഗത്തിന്റെ വിളിയോ ഇല്ല. പുതിയ നിയമത്തിൽ പ്രസംഗമില്ല. പത്രോസ് അപ്പോസ്തലൻ തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പ്രസംഗിക്കുന്നെങ്കിൽ പ്രവചിക്കുന്നവനെ പോലെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ, പ്രവചനമില്ലാത്ത ഒരു ശുശ്രൂഷയും ഒരു ദൈവ ശുശ്രൂഷകനും വേദികളിൽ അവതരിപ്പിക്കരുത്. കണ്ടോ, എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ പ്രവചനാത്മാവിന്റെ ചലനമുണ്ട്. അതാണ് മോശയിൽ നിറഞ്ഞു നിന്നത്. അതാ പ്രിയമുള്ളവരെ, ദൈവം പറയാണ്, മോശേ, ഞാൻ നിന്നെ അതാത് അവസരങ്ങളിൽ സഹായിച്ചു കൊണ്ടിരിക്കാം. ശുശ്രൂഷയിൽ ഒരു ദൈവസഹായം നമ്മൾ നിർബന്ധമായും പ്രാപിക്കണം. ദൈവസഹായം പലപ്പോഴും ദൈവ അഭിഷേകമായിട്ടാണ് നമ്മുടെ മേൽ പ്രസരിക്കുന്നത്. ആ ഒരു കാര്യം നമ്മൾ മറക്കരുത്. നാളെ എല്ലാവരും പ്രാർത്ഥിച്ച് അനേകരെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരിക. നാളെ നമ്മൾ തുടർന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ കാറ്റ് എങ്ങനെ വീശുന്നുവോ അങ്ങനെ നമുക്ക് ആയിരിക്കാം. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. എല്ലാവരും എല്ലാവരും ഭാഷ